ഇത്തരത്തിലുള്ള കിച്ചൺ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരുടെയും കാര്യം എന്ന് പറയുന്നത് ഇതിന് എത്ര കോസ്റ്റ് വരും, ഇത്തരത്തിലൊരു കിച്ചൺ സെറ്റ് ചെയ്തെടുക്കാൻ എത്ര കോസ്റ്റ്. ഗോള പ്രൊഫൈൽ, ഇത്തരത്തിലുള്ള ലൈറ്റ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. വേറെ അതായത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ആക്സസറി എന്ന് പറയുന്നത് ഈ PMDA സിസ്റ്റം തന്നെയാണ്. പ്രോലിഫ്റ്റിന്റെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആക്സസറിനെ ഈ രീതിയിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു പോർഷൻ കൂടെ ഇങ്ങനെ വരും. ഒരു വാമർ ഡ്രോവർ നമുക്ക് കിട്ടും. ഇതിനകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും കൺസീൽഡ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷർ, ഹിൻഡ് വെയറിൻ്റെയാണ് ആ ഒരു ഡിഷ് വാഷർ. അതുപോലെ ഞാൻ നേരത്തെ പറയാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഐലൻഡ് കൗണ്ടേഴ്സിലേക്ക് കൊടുക്കുന്ന സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ചിമ്മിണിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സെൻസർ വരുന്നത്, കണ്ടോ ഈ രീതിയിൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സെൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കിച്ചൺ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മൾ പല ഫോർമാറ്റിലുള്ള കിച്ചൺ, അത് പല ബഡ്ജറ്റിലുള്ളതും പല റേഞ്ചിലുള്ള കിച്ചൺ കാണിക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും ഒരു അൾട്രാ ലക്ഷറി ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫോർമാറ്റിലുള്ള ലേക്കേഡ് ഗ്ലാസ് ഫിനിഷിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ആക്സസറീസ് എല്ലാം അത്തരത്തിലുള്ള ഒരു പ്രീമിയം ഫോർമാറ്റിലുള്ള ആക്സസറീസും അതുപോലെ തന്നെ ഒരു ഫിനിഷസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഇവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലുള്ള യൂസസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ത്രൂ ഔട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ആർക്കിടെക്ട് ഷിനു, ആർട്ടിക്കൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേക്കേഡ് ഗ്ലാസ് ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഐലൻഡ് കൗണ്ടറോട് കൂടിയ ഒരു പ്രീമിയം ഓപ്പൺ കിച്ചണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫിനിഷ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ഫുള്ളായിട്ട് ഒരു വൈറ്റ് തീമിലാണ് ഇവിടുത്തെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബ്ലാക്കിൻ്റെ ചെറിയ ഹൈലൈറ്റിംഗ് ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കിച്ചൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് 4.5 മീറ്റർ ബൈ 4.9 മീറ്ററാണ് ഈ ഒരു കിച്ചൻ്റെ ഡയമെൻഷൻസ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു 1 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് കൗണ്ടർ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു എൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സിംഗിൾ കൗണ്ടറും ആ എൽ ഷേപ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറേ സ്റ്റോറേജസ് ഒക്കെയാണ് നമുക്ക് ആ വാളിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴേക്കും നമ്മൾ ഫുൾ ഹൈറ്റിലേക്കൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഒരു ഒറ്റ ചെറിയ കൗണ്ടർ പോലെ ആയിട്ടാണ് നമ്മൾ ഓവർ ഹെഡ് കൗണ്ടേഴ്സൊക്കെ പോയിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിന്, അത് ഇവിടെ ആയാലും നമ്മുടെ ഇതിലൊക്കെ ആയാലും കൗണ്ടർ ടോപ്പ് നമ്മൾ കൊറിയൻ ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം കൊറിയൻ ടോപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്കൊരു സിങ്കൊക്കെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഫിനിഷസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, ലാക്കേഡ് ഗ്ലാസ്, വൈറ്റ് ലാക്കേഡ് ഗ്ലാസ് ആണ് നമ്മളിവിടുത്തെ ഇതിൻ്റെ ഫിനിഷസിനൊക്കെ വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോള പ്രൊഫൈലാണ് നമ്മളിവിടെ ഹാൻഡിലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രീമിയം കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുമ്പ് ചെയ്തിട്ടുള്ള നമ്മൾ എപ്കോയുടെ ഷോറൂം വിസിറ്റിൻ്റെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രൊഫൈൽസിൻ്റെയും ലൈറ്റ്സിൻ്റെയും അതിൻ്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് മുകളിൽ കാണുന്ന ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് നമ്മുടെ കിച്ചൺ സീരീസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സസറീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിന് പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗോള പ്രൊഫൈലിലാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ യൂസ് ചെയ്തിട്ടുള്ള ആക്സസറീസിലും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സൈഡിൽ നിന്ന് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ആക്സസറീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ ഫിനിഷസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഷട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ലാക്കേഡ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എഡ്ജ് ബാൻഡിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ PVC എഡ്ജ് ബാൻഡിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്കോയുടെ PMDA സിസ്റ്റം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗോള പ്രൊഫൈൽ, ഇത്തരത്തിൽ ലൈറ്റ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. വേറെ അതായത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ആക്സസറി എന്ന് പറയുന്നത് ഈ PMDA സിസ്റ്റം തന്നെയാണ്.
അതുപോലെ നമുക്കിതിൻ്റെ നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഒരു ഹാൻഡിലൊക്കെ ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഹാൻഡിൽ പ്രൊജക്ഷൻസ് ഒന്നുമില്ല. ഈ ഒരു ഹാൻഡിൽ പ്രൊഫൈൽ അങ്ങ് എൻഡ് വരെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഹാൻഡിൽ പ്രൊഫൈൽ അങ്ങ് എൻഡ് വരെ പോകുന്നുണ്ട്. ഇതും ഗോള പ്രൊഫൈൽ തന്നെയാണ്, സി ഗോള പ്രൊഫൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷട്ടർ നമുക്ക് ഈ ഡ്രോയർ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ഈ താലി അല്ലെങ്കിൽ പ്ലേറ്റ് ആക്സറീസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഡെപ്തിലുള്ള ഒരു PMDA സിസ്റ്റമാണ്. ഇതൊരു ഗ്ലാസ് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുള്ള ഫോർമാറ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലൈവുഡിലാണ് ഇവരിവിടെ ഈ ഒരു എന്താ പറയുക ഗ്ലാസ് ഫിനിഷും കാര്യങ്ങൾ ഷട്ടേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള PMDA സിസ്റ്റം തന്നെയാണ്. ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ സെയിം ഫോർമാറ്റിലുള്ള സ്റ്റോറേജ് സിസ്റ്റം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിമിലർ ആയിട്ടുള്ള ഡ്രോയേഴ്സ് തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എല്ലാം ഈ ഒരു സെയിം ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെ പോകുന്നത്. അതുപോലെ ഇതിലെല്ലാം സെയിം ഷട്ടേഴ്സ് തന്നെയാണ്. സോ നമുക്ക് ആവശ്യമുള്ള ആക്സറീസ് നമുക്ക് ഇതിൽ മേടിച്ച് വെക്കാം. അതായത് നമ്മുടെ കപ്പ് ആൻഡ് സോസറോ അല്ലെങ്കിൽ പ്ലേറ്റ് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ കട്ട്ലറിയോ ഇങ്ങനെയുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുകളിലുള്ള സ്റ്റോറേജ് കൂടെ നമുക്ക് നോക്കാം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക പ്രോലിഫ്റ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്തരത്തിലാണ് ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ലാമിനേറ്റ് ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൗണ്ടറിലെല്ലാം നമ്മൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻസർ വെച്ചിട്ടാണ് ആ ലൈറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സെയിം ഹോൾഡേഴ്സ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള സ്റ്റോറേജ് ഓപ്ഷൻസ് തന്നെയാണ് ഈ ത്രൂ ഔട്ട് ക്യാബിനറ്റിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടെ നമ്മളൊരു കിച്ചൺ മിഡ് വേ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓരോ യൂണിറ്റിൻ്റെ പ്രൈസും ഇത്തരത്തിലുള്ള ട്രാക്ക് ഈ സെയിം ചാനൽ നമുക്ക് LED ഉള്ള ചാനലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചാനൽ നമ്മൾ വാളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആക്സറീസ് നമുക്ക് ഈ രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വെച്ച് നമുക്ക് സ്ലൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. ഇതെല്ലാം ഈ എല്ലാ ആക്സറിയും നമുക്ക് ഈ രീതിയിൽ റിമൂവ് ചെയ്ത് നമുക്ക് തിരിച്ചിവിടെ പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം ഇപ്പോൾ ഇതുപോലത്തെ ഒരു ചാനൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലധികം ഇത്തരത്തിലുള്ള ഹോൾഡേഴ്സ് ഹാങ്ങേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഈ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഈ കോർണറിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു ബ്ലാക്ക് ലാമിനേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ലാമിനേറ്റ് ഒക്കെയാണ് നമ്മൾ അതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇനി ഈ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെർട്ടിക്കൽ സ്റ്റോറേജ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗോള പ്രൊഫൈൽ തന്നെയാണ് ഒരു ഹാൻഡിലിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഷട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത്തരത്തിലുള്ളൊരു 3 പാർട്ടീഷൻസ് ആണുള്ളത്. നമ്മുടെ എപ്കോണിൻ്റെ ഇഞ്ചസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ സാധനം നമുക്ക് ബേസിക്കായിട്ട് എന്താ പറയുക തട്ടായിട്ടൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അടിപൊളി ആക്സസറി വന്നിട്ടുണ്ട്. മാജിക് കോർണർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോർണർ യൂട്ടിലൈസേഷൻ ആക്സസറിയാണ്. നമുക്ക് ഈ ആക്സസറിനെ ഈ രീതിയിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു പോർഷനും കൂടെ ഇങ്ങനെ വരും. ഇതിനെ നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടോ, താഴത്തെ തട്ടും ഇതേ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പൗഡർ കോട്ടൺ MS-ലാണ് ഈ ഒരു ഫിനിഷ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ കറക്കി നമുക്ക് തിരിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആക്സസറിനെ കുറിച്ചും നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രൈസിങ്ങും ഈ സിമിലർ ബ്രാൻഡിലുള്ള ഒത്തിരി അധികം വേറെ വെറൈറ്റീസൊക്കെ നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ഷട്ടറാണ്. ഈ ഷട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഇവിടെ പാർട്ടീഷൻസ് തന്നെയാണ്, അല്ലെങ്കിൽ കുറേ തട്ടുകളായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രേ ഒരു മാറ്റ് ഫിനിഷുള്ള ലാമിനേറ്റ് ഫിനിഷ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം ഒരു കണ്ടിന്യൂഷൻ, പക്ഷെ നമ്മൾ ആ ഡിസൈനിനെ മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ്റയർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈബറിൻ്റെ ഒരു ഇൻഡക്ഷൻ, അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോവേവ് ഓവൻ പോർഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാമർ ഡ്രോവർ നമുക്ക് കിട്ടും. ഇതിനകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേ രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഫൈബറിൻ്റെ സെയിം യൂണിറ്റ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗോള പ്രൊഫൈൽ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിൽ ഒരു പാൻട്രി, ഒരു വെർട്ടിക്കൽ പാൻട്രി യൂണിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സെൻസർ എന്ന് പറയുന്നത്. ഈ സെൻസർ വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടർ ലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതും അഗെയിൻ പ്രീമിയം ഫോർമാറ്റിലുള്ള ഒരു പാൻട്രി യൂണിറ്റ് ആണ്. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3+2=5 ഇത്തരത്തിലുള്ള തട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്ത് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇതും പൗഡർ കോട്ട്, MS-ൽ പൗഡർ കോട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഫിനിഷസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു L ഷേപ്പ് കൗണ്ടറിൽ
നമുക്ക് കാണാൻ പറ്റുന്ന ആക്സറീസും അതുപോലെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും. ഇനി നമുക്ക് സെൻട്രലായിട്ട് ഇത്തരത്തിൽ അടിപൊളി ഒരു ഐലൻഡ് കൗണ്ടർ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ആക്സറീസും ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ ഈ ഐലൻഡ് കൗണ്ടറിൻ്റെ സൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, അതുപോലെ 2.7 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 2 കൗണ്ടറിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ 1.2 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇത്രയധികം ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 1.5 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കൗണ്ടറിൻ്റെ ഈ ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു 30 സെൻറ്റിമീറ്റർ ആണ് ഉള്ളിലേക്കുള്ള ഒരു പോർഷൻ നമ്മൾ വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മുടെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെയേഴ്സൊക്കെ നമുക്ക് ഉള്ളിലേക്ക് നീക്കി വെക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പേസ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൗണ്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ വെച്ചിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ വെച്ചിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചത്. അതായത് ഇവിടുത്തെ ക്ലിയർ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ 90 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ളത്. ഈ അടിയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു 60 സെൻറ്റിമീറ്റർ വെച്ചിട്ടുണ്ട്. ഈ ഐലൻഡ് കൗണ്ടറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആക്സറീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വെർട്ടിക്കൽ ഡ്രോവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു ബോട്ടിൽ പുൾ ഔട്ട് ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന പുള്ളേഴ്സാണ്. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഷിൻ്റെ ഒരു 4 പോർഷൻസ് ഉള്ള ഇൻഡക്ഷൻ ടോപ്പ്, നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള ഇൻഡക്ഷൻ ടോപ്പ്, അതിനൊരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വന്നിട്ടുള്ളത്, ബ്ലാക്ക് ഗ്ലാസ്സിലാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഐലൻഡ് കൗണ്ടേഴ്സിലേക്ക് കൊടുക്കുന്ന സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ചിമ്മിണിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആക്സസറിയെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ആക്സസറി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കട്ട്ലറി ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെയും നമ്മൾ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സെൻസർ വരുന്നത്. കണ്ടോ, ഈ രീതിയിൽ ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യും. ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും PMDS ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കൺസീൽഡ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷർ, ഹിൻഡ് വെയറിൻ്റെയാണ് ആ ഒരു ഡിഷ് വാഷർ. അതുപോലെ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്, നമ്മുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് കാഫിൻ്റെയാണ് നമ്മുടെ ഈ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഐലൻഡ് കിച്ചൺ ചിമ്മിണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഡിഷ് വാഷേഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ടിപ്പിക്കൽ ഒരു മിനിമം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടുത്തെ കൗണ്ടറിൻ്റെ ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ ആക്കി വെച്ച് ചെയ്തിട്ടുള്ളത്. സോ അടുത്തായിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവരുടെ ഒരു ഡ്രോയർ സിസ്റ്റം നമുക്ക് വന്നിട്ടുണ്ട്. PMDS എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷട്ടേഴ്സാണ്. അതുപോലെ തന്നെ ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗോള പ്രൊഫൈൽസ്, എൽഗോളയും അതുപോലെ തന്നെ സി ഗോള പ്രൊഫൈൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ സിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിങ്ക് ഈ ഒരു രീതിയിൽ, അതായത് കൗണ്ടർ ടോപ്പിലുള്ള സിങ്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ടോൾ ബോഡിയൊക്കെ വെച്ചു. ഒരു 45 സെൻറ്റിമീറ്ററിലുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് തന്നെയാണ് ഇവിടെ നേരെ കേർവ് ചെയ്ത് ഉള്ളിലേക്കൊക്കെ വന്ന് നമ്മുടെ ഒരു സിങ്കിൻ്റെ പാർട്ടായിട്ട് മാറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കിച്ചൺ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരുടെയും കാര്യം എന്ന് പറയുന്നത് ഇതിന് എത്ര കോസ്റ്റ് വരും, ഇത്തരത്തിലൊരു കിച്ചൺ സെറ്റ് ചെയ്തെടുക്കാൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടി വരിക. അപ്പോൾ ഇവിടുത്തെ ഒരു കോൺടെക്സ്റ്റിൽ ഞാൻ ഇതിൻ്റെ ഒരു കോസ്റ്റ് പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യാനുണ്ട്. കാരണം അതെല്ലാം ഹൈലി എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ആവശ്യമുള്ള ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എടുക്കുക എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹാർഡ്വെയറിനെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യാണ്. കാരണം ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എബവ് 80,000 90,000 റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബറിൻ്റെ ഈ ഒരു എൻ്റയർ സെറ്റ് ഞാനതൊന്ന് മാറ്റുകയാണ്. അതുപോലെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാജിക് കോർണർ എന്ന് പറഞ്ഞ ഈ ഒരു ആക്സസറി ഇതും ഞാൻ അവോയ്ഡ് ചെയ്യാണ്. കാരണം ഇതിന് എബവ് 1 lakh പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു ആക്സസറിയും കൂടെ, അതേപോലെ തന്നെ ഈ ഒരു ഡിഷ് വാഷറും, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിന്ന് നമുക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഞാനൊരു ഒരു ടേപ്പ് കൂടെ അവോയ്ഡ് ചെയ്യാണ്. അതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം പക്ഷേ ഇൻക്ലൂഡിങ് നമ്മുടെ ഈ ഒരു കാഫിൻ്റെ ഐലൻഡ് എന്താ പറയുക ചിമ്മിണിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബോഷിൻ്റെ ഈ ഒരു ഇൻഡക്ഷൻ ടോപ്പും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമുക്കപ്പോൾ ഈ ഒരു ഫിനിഷ് ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ബാക്കിയുള്ള ഈ ടാൻഡം ബോക്സ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരും. ഇതിന് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 7 lakhs പ്ലസ് GST, അതായത് 7 ലക്ഷം പ്ലസ് GST ആണ് നമുക്ക് ഈ ഒരു മൊത്തം സാധനത്തിനുള്ള കോസ്റ്റ് വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കോൺകോ ഡിസൈൻ സ്റ്റുഡിയോ കാലിക്കറ്റിലാണ് ഈ ഷോറൂം വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ആക്സറീസ് അതുപോലെ പ്രൈസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും